കാലത്ത് തെന്നിട്ടത് ഫ്രണ്ടിലത്തെ ഡോറ് തുറന്നിട്ട് ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ആയിട്ട് ആദ്യം തന്നെ നോക്കുക പട്ടികൾ കയറി കിടക്കുന്നുണ്ടോന്ന്. അപ്പോൾ പട്ടികളുടെ ശല്യം ഇപ്പം നമുക്ക് കുറവാണ്. ഫ്രണ്ടിൽ ഈ കോട രണ്ടെണ്ണം അങ്ങനെ വെച്ചിരിക്കുന്ന കാരണം ഇപ്പോൾ പട്ടികൾ കയറി കിടക്കണില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ഐഡിയ ആയിരുന്നു, എന്തായാലും ഐഡിയ വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പട്ടികളുടെ ശല്യം കുറവാണ് അത് കാരണം. അത് കഴിഞ്ഞപ്പോൾ വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാലത്ത് നല്ല തണവുള്ള കാരണം വെള്ളം ചൂടാക്കിയിട്ടാണ് കുളിക്കണത്. പിന്നെ കാലത്ത് എണിട്ട് കഴിഞ്ഞാൽ എനിക്ക് തുമ്മലും ചീറ്റിലുള്ള എപ്പോഴും. അപ്പോൾ പിന്നെ അതിരി കുറയണെങ്കിൽ ചുടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ കുറച്ച് കുറയാറുണ്ട്. അപ്പോൾ ഇന്നലെ ഏട്ടൻ രാത്രി വരുമ്പോൾ മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മുട്ടയുടെ ട്രയലിലേക്ക് അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അരി കഴുകാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ. അതിങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ച് വെക്കും. ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അരിയുടെ സ്മെല്ലും പോയി കിട്ടും, അരി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ, സൂപ്പർ ട്രിക്ക്. അത് കഴിഞ്ഞ് പോയി പിന്നെ ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. ജനലുകൾ തുറന്നിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അരി കഴുകിയിട്ട് വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കലത്തിൽ അരി ഇട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് തന്നെ നിൽക്കട്ടെ, കാരണം പെട്ടെന്ന് തിളക്കി നല്ല ചൂടോടെ ഇടുന്ന കാരണം അങ്ങനെ വേഗം ഞാൻ ഇറക്കിയിട്ട് റൈസ് കുക്കറിൽ വയ്ക്കുക. ഇന്ന് കാലത്ത് മഴയില്ലാത്ത കാരണം മുറ്റടി നടന്നിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് ഇപ്പോൾ ജനാലെ തുറന്നു കഴിഞ്ഞിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടമല്ലി നല്ലോണം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഇട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഇട്ടപ്പോൾ പിന്നെ അതേ ബെല്ലം ചായ ആട്ടാ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് ബെല്ലം ഇട്ടിട്ടുള്ള ചായ ആട്ട ഇഷ്ടം. കാലത്ത് ചായ നിർബന്ധമാണ് കേട്ടോ കാലത്ത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതേ മോര് കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളികേരൊക്കെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കാലത്ത് പയറുപ്പേരി ആയിട്ട് ഉണ്ടാക്കണത്. അപ്പം ഞാൻ പയറത് കുത്തി കാച്ച ചെയ്യണത്. ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് കുത്തിപ്പൊടി മുളക് പൊടി ഇടും, കുറച്ച് മഞ്ഞപ്പൊടി ഇടും. ഇത് കഴുകിയ പയർ വാരിയിട്ട് കേട്ടോ. അപ്പോൾ കഴുകിയ പയർ വാരിയിടുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ സെപ്പറേറ്റ് വേറെ വെള്ളം ഒഴിക്കാറില്ല. വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ പയറുപ്പേരി. പൊന്നുമ്പിളി എണിട്ട് വന്നു കഴിഞ്ഞാൽ അവൾ അതിനെ എടുക്കണതും കൊഞ്ചണതും ഉമ്മയ്ക്കണതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എണിട്ട ഉടനെ ഞാനും നോക്കിയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എടുക്കാമേ എന്ന് പറഞ്ഞിട്ട് നിൽക്കും. അത് കഴിഞ്ഞപ്പോഴേക്കും പയറുപ്പേരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചാറ് കൂട്ടാനായിട്ട് ഒരു വെള്ളരിക്കും മത്തങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ കഷ്ണം. അപ്പം അതുകൊണ്ട് മോര് കൂട്ടാൻ വെക്കാനായിരുന്നു കേട്ടോ പ്ലാൻ. അപ്പോഴേക്കും പിന്നെ ഏട്ടന് വേഗം പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചോറും പയറുപ്പേരിയും പിന്നെ ഒരു മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നാരങ്ങച്ചാറ്. ഇതെല്ലാം കൂടി ഏട്ടന് ഇത് ടിഫിൻ ബോക്സിൽ ചോറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ ചോറിലിട്ട് ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു. ഏട്ടന് കാലത്ത് പലഹാരമൊന്നും നിർബന്ധമില്ല, ചോറ് വേണം കേട്ടോ എപ്പോഴും. അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പോയി കഴിഞ്ഞപ്പോൾ പൊന്നുമ്പിളീനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ABCD ദോശ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്ലെയിൻ ദോശയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ABCD ദോശ. അവൾക്ക് ഇപ്പോൾ അക്ഷരങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ABCD ഉണ്ടാക്കി കൊടുത്താൽ അമ്മ ഇത് A B L എന്ന് ചോദിച്ചിട്ട് കഴിക്കും കേട്ടോ. പിന്നെ അതേ മോര് കൂട്ടാനൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.